ഐ വാസ് റിയലി ഷോക്ക്. കാരണം ഒരു മെയിൻ സ്ട്രീം ആക്ട്രസ് ആണ് പുള്ളിക്കാരി, ആൻഡ് ഷീ സെഡ് യെസ് ടു സച്ച് എ റോൾ. നമ്മൾ ഈ അഭിനയത്തിന്റെ പുറകെ അടക്കമുണ്ട്. അപ്പം മിനിമം നമുക്കൊരു ബോധം സെൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ആ സംഭവം വരും. എക്സ്പെരിമെന്റേഷൻസ് ചെയ്യുമ്പോഴും അതിന്റെ സോൺ നിൽക്കുന്നത് സാധാ ഒരു നാടൻ പെൺകുട്ടിയാണ്. സാധാരണ എനിക്ക് വരുന്ന ഒരു ടെൻഷനും ഒരവസ്ഥയുണ്ട്, അതൊന്നും എനിക്ക് ഇതിൽ ഉണ്ടായില്ല. നമസ്കാരം. പാലും പഴവും എന്ന സിനിമയുടെ റൈറ്ററായ ആശിഷും അതിലെ പ്രധാന വേഷം അഭിനയിച്ച അശ്വിൻ ജോസുമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം, സ്വാഗതം. എന്താ വിശേഷം? സുഖം. നമ്മുടെ ഇപ്പൊ പടത്തിന്റെ വിശേഷം തന്നെ, പടത്തിന്റെ ആൾക്കാര് റെസ്പോൺസ് ഒക്കെ കണ്ട് ആ ഒരു സന്തോഷിച്ചിരിക്കുന്നു. ആശിഷ് വരുമ്പോഴത്തേക്ക് ആശിഷിന്റെ ആദ്യത്തെ സിനിമയാണ് റൈറ്ററായിട്ട്. അപ്പം ഇത് ശരിക്കും ഒരു കറണ്ട് സോഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ കൂടി പറയാം. ഇതിപ്പം കുറച്ച് സംഭവിക്കുന്നതാണ്. നമ്മളത് വളരെ അതിശയത്തോടുകൂടി നോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും നമുക്കത് സ്വീകരിക്കാൻ കുറച്ച് പ്രയാസവുമാണ്. അപ്പം ഈ സിനിമയുടെ ഈ ഒരു കഥയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് എത്തിയത്? പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല, ബേസിക്കലി ഇങ്ങനെ ഒരു തോട്ടിനോട് തോന്നിയ ഒരു ഇൻട്രസ്റ്റ് ആണ്. കാരണം നേരെ തിരിച്ചാണെങ്കിൽ ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല, അതിനെ വളരെ നോർമലായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയാണ്. ഐ എം നോട്ട് ബ്ലെയിമിങ് ഇറ്റ്. അതിനെ വേറെ രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ഫോർമാറ്റായിട്ട് നമ്മൾ മാറ്റി നോക്കിയപ്പോൾ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അതേസമയം നമുക്ക് വി ക്യാൻ ടോക്ക് ത്രൂ ദ സിനിമ. അപ്പോൾ ആ ഒരു തോട്ടിനെ ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പടം ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ റെസ്പോൺസസിൽ നമ്മുടെ ടാർഗറ്റും അതായിരുന്നു. പടം കണ്ടവരൊക്കെ ഇവരുടെ ഏജ് ഡിഫറൻസ് മറന്നുപോയി. അവസാനം ഇവരൊരു കപ്പിളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ടും. സോ ദാറ്റ് വാസ് ആർ ടാർഗറ്റ്. അത് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. സോ അത് ലെറ്റ് ദാറ്റ് ബി ദ ന്യൂ നോർമൽ. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ്, ഇപ്പം മീര ജാസ്മിൻ, അശ്വിൻ ജോസ്, അതിൽ നമുക്കറിയാം സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത്ര വയസ്സിൻ്റെ ഒരു വ്യത്യാസമുണ്ട് എന്നത്. അപ്പം അശ്വിൻ ജോസ് അല്ലെങ്കിൽ മീര ജാസ്മിൻ, ഈ രണ്ടു പേരിലേക്കും ഇവരുടെ എന്ത് പ്രത്യേകതയാണ് ഇവരെ ഈ ക്യാരക്ടർ ഏൽപ്പിക്കാനായിട്ട് തോന്നിയത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ പടത്തിൽ ഫസ്റ്റ് ഇന്നാവുന്ന ക്യാരക്ടർ മീര മാം ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ കഥ VKP സാറിൻ്റെ അടുത്ത്, നമ്മുടെ ഡയറക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞു ഇത് മീരയുടെ പടമാണ്, ഇത് മീര. നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ മീര മാമിൻ്റെ അടുത്ത് പോയി കഥ നറേറ്റ് ചെയ്തു. ഐ വാസ് റിയലി ഷോക്ക്. കാരണം ഒരു മെയിൻ സ്ട്രീം ആക്ട്രസ് ആണ് പുള്ളിക്കാരി, ആൻഡ് ഷീ സെഡ് യെസ് ടു സച്ച് എ റോൾ വേർ ഷീ വാസ് ഭയങ്കര ചിരിച്ചിട്ടാണ് ആ യെസ് പറഞ്ഞത്. കഥ കേട്ടതും ഭയങ്കര ചിരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് മീര മാമിന് വേണ്ട എല്ലാ ലെയേഴ്സും ഫ്ലേവേഴ്സും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേർ ഷീ ക്യാൻ പെർഫോം ആൻഡ് വി ക്യാൻ സീ ആർ റോൾ മീര മാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അശ്വിനിലോട്ട് വരുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ അനുരാഗം കണ്ടിട്ട് നമുക്ക് കുറേ ആൾക്കാരെ ഞങ്ങൾ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ അനുരാഗം കണ്ടു കഴിഞ്ഞിട്ട് ഹീ റെഫേർഡ് അശ്വിൻ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ട്രെയിലറേ കണ്ടുള്ളൂ. അപ്പോൾ VKP സാർ പറഞ്ഞു ഇവൻ കൊള്ളാം. അങ്ങനെ പടം കണ്ടു കഴിഞ്ഞിട്ട് അശ്വിനെ നേരെ വിളിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും കഥ കേട്ടപ്പോൾ ഉള്ള റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ വർ ഏബിൾ ടു റിലേറ്റ് ടു സുമി ആൻഡ് സുനിൽ. അപ്പോൾ അശ്വിൻ കഥ കേട്ടതും മാം കഥ കേട്ടതും ചിരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ VKP സാർ പറഞ്ഞു യെസ് വി ഗോട്ട് ദം എന്നുള്ള രീതിയിൽ. അശ്വിനിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് അശ്വിനെ വാവ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിളിക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയൊരു കുട്ടിയായിട്ട് തോന്നുന്നുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് മീര ജാസ്മിൻ ആണ്. അപ്പം ഇതിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആക്കുക ഓൺ സ്ക്രീനിൽ എന്നുള്ളൊരു വലിയൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് മീരയുമായിട്ട് ആ ഒരു രണ്ട് കഥാപാത്രങ്ങൾ നിങ്ങളൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു? അതല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അഭിനയിച്ചങ്ങ് സംഭവിച്ചു പോയതാണ്? അല്ല, ഞാൻ ബേസിക്കലി എനിക്ക് നമ്മളൊരു സ്ക്രീൻ പ്ലേയിൽ അതുണ്ടെങ്കിൽ, ഒരു റൈറ്റിങ്ങിൽ, ഒരു സിറ്റുവേഷനിലും ഇതൊക്കെ അതുണ്ടെങ്കിൽ നമ്മൾ ഈ അഭിനയത്തിന്റെ പുറകെ അടക്കമുണ്ട്. അപ്പം ഒരു മിനിമം നമുക്കൊരു ബോധം സെൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ആ സംഭവം വരും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇപ്പം ഓൺ സ്ക്രീൻ ഭയങ്കര ഒരു മാജിക് സംഭവിച്ചു. ഞാൻ പറയുന്നത് മാജിക് ഒന്നുമല്ല, അതിൽ ആ സിറ്റുവേഷനും ഇതെല്ലാം കറക്റ്റായിട്ട് വരുന്നതാണ് ആ സംഭവം. അപ്പോൾ അത് ഇതിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു എഫേർട്ട് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്ന ഓരോ സിനിമയാണ് നമ്മൾ അടുത്ത സിനിമയ്ക്കുള്ള നമ്മുടെ ഇത്. അപ്പോൾ ഓരോ പടവും നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതിനകത്ത് ഓരോ സീനിനാണെങ്കിൽ പോലും അത്രയും നമ്മൾ അങ്ങനെ ചിന്തിക്കും. നമ്മൾ ഇതൊന്നും വെറുതെ നമുക്ക് കിട്ടുന്നില്ല. കാരണം അതിൻ്റെ തൊട്ട് മുന്നുള്ള സിനിമ ഞാൻ എഴുതിയ സിനിമയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ആ ഒരു സീനിന്റെ വാല്യൂ എന്താണെന്നൊരു ഇത് നമ്മളങ്ങനെ കൊതിച്ചാണല്ലോ ചെയ്യുന്നത്.
സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് അവരുമായിട്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സ്കെഡ്യൂൾ കഴിയുമ്പോൾ ഒരുപാട് പഠിക്കാൻ പറ്റും. അപ്പം അവരെ നമ്മളെ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റും. അതിന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പം മീരെ പോലുള്ള ഒരു വ്യക്തിയുടെ കൂടെ അഭിനയിച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ആക്ടിങ് ഏരിയയിൽ അല്ലെങ്കിൽ കൂടി എനിക്ക് എന്താ വെച്ചാൽ ഇവരുടെ കൂടെ അഭിനയിച്ചപ്പോൾ മീരയുടെ കൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ BKP സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇവരൊക്കെ വർക്കിനെ കാണുന്ന ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാൻ ഫുൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആ റിസൾട്ട് ആയിരിക്കും നമ്മളുടെ പിന്നീട് അങ്ങോട്ടുള്ള നമ്മളുടെ ചിന്ത അവസ്ഥകൾ എല്ലാം അതിൽ അനുസരിച്ച്. അപ്പൊ ഇവരെന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ വർക്ക് ചെയ്യുമ്പോൾ അതിൽ 100% കൊടുക്കുക. റിസൾട്ട് നോക്കണ്ട. റിസൾട്ട് നമുക്ക് വരുന്നതൊക്കെ ചിലപ്പം നല്ലതാവാം, അതൊക്കെ ബോണസ് ആയിട്ട് ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നത്. അത് ഇവരുടെ ഈ എക്സ്പീരിയൻസിൽ നിന്ന് അത് നമുക്ക് കിട്ടി. അത് ഞാൻ ഈ പടത്തിൽ കാരണം ഈ പടത്തിന്റെ റിലീസിന്റെ സമയത്തൊന്നും സാധാരണ എനിക്ക് വരുന്ന ഒരു ടെൻഷനും ഒരവസ്ഥയുണ്ട്, അതൊന്നും എനിക്ക് ഇതിൽ ഉണ്ടായില്ല. അപ്പം അത് ഞാൻ പഠിച്ചു. പെർഫോമൻസ് സൈഡിൽ ഇപ്പൊ പറയുമ്പോ എന്താ, നമ്മൾ സീനിയേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, അവര് സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ചേർന്ന് അങ്ങ് നിന്ന് പോകണം. നമ്മൾ പാനിക് ആവരുത്. അത് മാത്രമാണ് ഞാൻ എപ്പോഴും ഒരു പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ബാക്കി ഫ്ലോ, ഗോ വിത്ത് ദ ഫ്ലോ. അതും ഒരു സെൽഫ് പോളിഷിംഗ് ആണല്ലോ. അതാണ് കാരണം അങ്ങനെ ഉണ്ട്. കാരണം അവരൊരു പെർഫോമൻസ് തരുമ്പോൾ നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് തരുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ പെർഫോമൻസും അവിടെ നന്നായി വരും. അതെ. ഇപ്പം VKPയുടെ ഒരു ടോണും ഒരു സ്റ്റൈലും ഉള്ള ഒരു സംവിധായകനാണ്. അപ്പം ആശിഷിൻ്റെ റൈറ്ററായിട്ട് വരുന്നു, ആശിഷിൻ്റെ കഥ വരുന്നു. അപ്പം നേരത്തെ ആശിഷ് കണ്ടിട്ടുള്ള ഒരു VKP ഉണ്ട്, അതിൻ്റെ ഒരു ടോണും ഒരു സ്റ്റൈലും ഉണ്ട്. അതിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ് ഈ ഒരു സിനിമയിലെ VKPൻ്റെ ഒരു ടോണും സ്റ്റൈലും? VKP സാർ എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലിനോ ടോണിനോ സ്റ്റിക്ക് ആവാത്ത ആളാണ്. അതാണ് ഞാൻ പുള്ളിയോട് ഇതിനു മുമ്പ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത എല്ലാ പടവും പുള്ളിയായിട്ട് എല്ലാം ഡിഫറെൻറ്റ് പടങ്ങളും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും എനിക്ക്. വർക്കിംഗ് സ്റ്റൈൽ ഒന്നാണ് മാത്രമേ ഉള്ളൂ, അത് എല്ലാവരും വർക്ക് ചെയ്യണം, എല്ലാവരും നല്ല ചിൽ മൂഡായിരിക്കും. പക്ഷേ എല്ലാ പടത്തിൻ്റെ ടോണും അത് പുള്ളി ഭയങ്കര ശ്രദ്ധിക്കുന്ന ഒരു സംഭവം, ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ പടത്തിൽ നമ്മൾ ഫസ്റ്റ് ടൈം AI യൂസ് ചെയ്തിട്ടുണ്ട്. മീര മാമിൻ്റെ ഫേസ്, ലൈക്ക് ഹർ 23-year-old to 33-year-oldൻ്റെ ജേർണി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റേഷൻസ് ചെയ്യുമ്പോഴും അതിൻ്റെ സോൺ നിൽക്കുന്നത് സാധാ ഒരു നാടൻ പെൺകുട്ടിയാണ്. പക്ഷെ പുള്ളി ട്രൈ ചെയ്യുന്ന ടെക്നോളജി മറ്റേ ഹൈ എൻഡ് ടെക്നോളജിയും കാര്യങ്ങളുമാണ്. അപ്പോൾ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റേഷൻ പുള്ളി എല്ലാ പടത്തിലും നടത്തും. പിന്നെ ഈ പടത്തിൻ്റെ വൈബ് കംപ്ലീറ്റ്ലി പുള്ളിയുടെ സോൺ അല്ല, അതാണ് എല്ലാവരും പറയുന്നത്. ബട്ട് ഹി വാണ്ട്സ് ടു ഡു ദിസ് സോൺ, നൗ ഹീസ് ഇൻ ദാറ്റ് സോൺ. അപ്പോൾ അങ്ങനെ എല്ലാ എക്സ്പെരിമെൻറ്റേഷനും ചെയ്യാൻ ഓപ്പൺ ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ പുള്ളി ചേർന്ന് വരും, നമ്മളുടെ ഒരു ഇതിലോട്ട് പുള്ളി വരികയാണ്, പുള്ളിയുടെ സോണിലോട്ടല്ല നമ്മളെ കൊണ്ടുവന്നത്. ടെക്നീഷ്യൻസിന് ഭയങ്കര ട്രസ്റ്റ് ആണ്. നമ്മൾ എന്താണ്, നമ്മൾക്ക് എന്താ ഇഷ്ടം, നമ്മളുടെ പരിപാടി എന്താ, അപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന ഡയലോഗ്, ഇപ്പൊ ചില പുതിയ വേർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്, സാറ് നമ്മളുടെ കൂടെ ചേരാന്ന് പോകുന്നു. അത് ഭയങ്കര സംഭവമാണ്. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് കുറച്ചുകൂടി നമ്മളുടെ പുതിയ വെർഷൻസും കൊണ്ടുവരാൻ പറ്റും അതിനകത്ത്. ഈ ഒരു കഥ കേട്ടപ്പോഴത്തേക്കും അശ്വിൻ എന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രേക്ഷകർ എടുക്കാൻ പോകുന്നത്, ഇതിൽ നിന്നും എന്ത് മെസ്സേജ് ആയിരിക്കും പ്രേക്ഷകർ ഉൾക്കൊള്ളാൻ പോകുന്നത്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചിന്തയോ? സാർ എൻ്റെ അടുത്ത് ആദ്യം ഇങ്ങനെ ഒരു ഏജ് ഗ്യാപ്പ് സ്റ്റോറിയാണ് മീര അശ്വിനും കൂടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. അത് നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ തൊട്ട് മുന്നത്തെ സിനിമ കണ്ടിട്ടാണ് നമ്മളെ വിളിക്കുന്നതെന്ന് പറഞ്ഞതും ഒക്കെ ഭയങ്കര സന്തോഷം. പക്ഷെ ഇങ്ങനെ ഒരു ഇതാണെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്കുണ്ട് ഇത് ഏത് രീതിയിലാണ് ഇത് പറയാൻ പോകുന്നതെന്നുള്ള ഒരു ടെൻഷൻ. അല്ല, പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്നുള്ളത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഡയറക്ടറോ അല്ലെങ്കിൽ ആ റൈറ്ററിനോ ഒരു വിഷൻ ഉണ്ടാവും, അതിലായിരിക്കും നമ്മളല്ല. ഇപ്പൊ ഞാനൊരു ഇമേജ് ഉള്ള ഒരാളൊന്നും അല്ല. ലൈക്ക് ഞാൻ ഇങ്ങനത്തെ സിനിമ ചെയ്ത് അങ്ങനെ എന്നെ പകുതി പേർക്ക് പോലും അറിയില്ല, അറിഞ്ഞറിഞ്ഞ് വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് അവിടെ ഇമേജ് കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. ഞാൻ ആ കഥ നല്ലതാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആശിഷ് ഈ കഥ പറയുമ്പം നമ്മളിങ്ങനെ ഓർക്കും. ഇവ ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം വന്നു വെച്ചാൽ, ഓക്കെ, നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളൊക്കെ ഒരു കഥ പറയുന്നു, ആ കഥ നമ്മൾ ഭയങ്കര എന്റർടൈൻ ആവുന്നു. അത് ഈ സബ്ജക്റ്റ് സാധാരണ ഡാർക്ക് സോണിലാണ് കഥ പറയുന്നത്. ഇങ്ങനത്തെ കഥ വരുന്നിടത്ത് ഞാൻ മിക്കടുത്ത് കാണുന്നത് എന്തോ ഒരു ഡാർക്കാണ്, നമുക്ക് തന്നെ ഒരു ഫീല് വരും.
ഇതിലതില്ല. ഇതിൽ ഭയങ്കര ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിന്റെ നമ്മുടെ ചിന്തയുടെ മാറ്റം കൂടിയായിരിക്കും. അത് ആശിഷ് ഡെലിബറേറ്റ്ലി ഇങ്ങനെ ഞാൻ ചെയ്യണോന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അങ്ങനെ എഴുതിയായിരിക്കില്ല. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു തോട്ട് അതാണല്ലോ. നമ്മുടെ ശരികളാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ തോട്ട് തന്നെ നമ്മൾ നേരത്തെ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ അതിനൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ചും കൂടി നമുക്കൊരു കോമഡിയുടെ ഒരു ടോണ് കാണാൻ പറ്റും. അപ്പം ഇത് ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതുമ്പം ആ ഒരു ചിന്തയുണ്ടാവും. പക്ഷെ അത് സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ ഒരു ഡയറക്ടർ അതിനെ ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വരുമോ എന്നുള്ള ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും ഒരു റൈറ്റർക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ഓൺ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എത്രത്തോളം എന്താ സാറ്റിസ്ഫാക്ഷൻ ആണ് അതിൽ തോന്നിയത്? ഇതിൽ അത് ബേസിക്കലി എന്താന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് പ്രോസസ്സിലും BKP സാർ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഷൂട്ടിംഗ് പ്രോസസ്സ് ഐ വാസ് വർക്കിംഗ് ആസ് ദ ചീഫ് അസോസിയേറ്റ്. അപ്പോൾ ഈ ഹോൾ പ്രോസസ്സിൽ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ സ്ക്രീനിൽ വരുന്ന റിസൾട്ടിന് എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് വി ന്യൂ വി ആർ ഇൻ ദ സോൺ. ബിക്കോസ് അത് സാറും ഭയങ്കര ഇതായിട്ടാണ് പറഞ്ഞത്, നമുക്ക് ഫ്രഷ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം, ഇപ്പോഴത്തെ രീതിയിലുള്ള ഇതിൽ ചെയ്യാം, കുറച്ച് നാടനായിട്ട് ചെയ്യാം. സാർ എപ്പോഴും കുറച്ച് അപ്പർ മിഡിൽ ക്ലാസ് സ്റ്റോറീസാണ് അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഒരു സിറ്റി ലൈഫ് ബേസ്ഡ് ആണ് പുള്ളി സാധാരണ ചെയ്യാറ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിൽ പറയുന്ന സംഭവങ്ങൾ ഈവൻ ഈ അശ്വിൻ പറഞ്ഞ പോലെ നമ്മളിത് പ്രീച്ചി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതേ അല്ല. ഒരു സ്ലൈസ് ഓഫ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഹൗ റിലേറ്റബിൾ ആൻഡ് ഹൗ ഫൺ ക്യാൻ ദിസ് ബി, അത് നമ്മൾ എവറിബഡി ഈസ് ഹാപ്പി വിത്ത് വാട്ട് വി ഹവ് ഡൺ ആസ് എ ടീം. ഇതിൽ ഇപ്പം അശ്വിൻ്റെ അനുരാഗം നേരത്തെ വേറെ ടോണായിരുന്നു, ഇതിപ്പം എൻ്റെ ഡിഫറെൻറ്റ് ടോണാണ്. നേരത്തെ അശ്വിൻ പറഞ്ഞ കണക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ, കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അഭിനയിക്കുന്നതിലും. ആ സ്വാതന്ത്ര്യത്തെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? ഞാൻ ആ സ്വാതന്ത്ര്യത്തെ ഭയങ്കര എന്താ പറയുക, ഞാൻ എല്ലായിടത്തും പറയും എനിക്ക് ഇപ്പം എന്നെ തേടി ഒരുപാട് സിനിമ, ഇപ്പം ഇവിടെ നമ്മൾ ഇവിടെ സ്റ്റാർസ് ഉണ്ട്, സ്റ്റാർസിന്റെ പല പല ലെയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കാം മേ ബി എൻ്റെ അടുത്തേക്ക്. അപ്പൊ ഇവരുടെ പോലത്തെ പ്രോജക്ട്സ് അല്ല, ഇവര് ചിലപ്പം അതിന് ആപ്റ്റായിരിക്കും, അല്ലാതെ നമ്മളെ തേടി എത്തുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അതിൽ നിന്നും വേണം നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമ്മളൊരു സംഭവം എടുക്കും. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി ഉണ്ടെങ്കിലേ ഞാനത് ചെയ്തുള്ളൂ, അല്ല വേറെ ഒരു കാരണം എന്താ പറയുക, ഭയങ്കര കൊതിച്ച ഞാൻ ഈ ഫീൽഡിൽ വന്നത്. എനിക്കിപ്പോൾ ഇരിക്കുന്ന ഈ പൊസിഷൻ പോലും ഞാൻ അത്ര കൊതിച്ച് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് മറ്റേ ജസ്റ്റ് ഫോർ എ സേക്ക് ആ ഒരു സിനിമയുടെ എണ്ണം കൂട്ടണമെന്നോ അല്ലെങ്കിൽ അതില്ല എൻ്റെ മൈൻഡിൽ. നമ്മളെ നമുക്ക് കാരണം ഇനി കുറച്ച് നാൾ ആ പടത്തിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടണം, എനർജി കിട്ടണം. നമ്മൾ രാത്രി കിടക്കാൻ നേരം ഇത് ആലോചിക്കണം, ആ സീൻ അഭിനയിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, ആ എക്സൈറ്റ്മെന്റ് കിട്ടണം. അങ്ങനെ ആ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. എനിക്ക് അല്ലാതെ ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും ഒരു സിനിമയും ചെയ്യില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഇതിൽ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്നെ തേടി വരുന്നതെന്ന് പറഞ്ഞ ഒരു കോളേജ് ആ ഒരു ഇതിൽ നിന്നാണ്, അതാണ് എന്നെ ഇപ്പോഴും എന്നെ തേടി വരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വ്യത്യസ്തമായ വേറെ കഥാപാത്രം കിട്ടണം. അതും കൂടെ കഥാപാത്രമല്ല ഞാൻ അപ്പോഴും മെയിൻ നോക്കുന്നത് ആ സിനിമ ടോട്ടാലിറ്റിയാണ്. ടോട്ടാലിറ്റി ടീം ഇപ്പം നമുക്ക് പുതിയ ടീമിനെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇവർ അത് ചെയ്തു, അങ്ങനെയല്ല. അവർക്കൊരു ഉദ്ദേശം കാണും, ഈ സിനിമ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ആക്കണം, ഇങ്ങനെ ഒരു സിനിമ. അതാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. സെക്കൻഡ് ആണ് ക്യാരക്ടർ. പിന്നെ ക്യാരക്ടറിന്റെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്നെങ്കിൽ ഓക്കെ നമുക്ക് പൊളിക്കാന്നുള്ളൊരു ഫീലൊക്കെ വരും. ബേസിക് തിങ് ആ സിനിമ, പുതിയ എക്സ്പീരിയൻസ് ആ സിനിമയെ കിട്ടിയാൽ ഹാപ്പി. ബാക്ക് ടു ബാക്ക് ഒരുപാട് ചിത്രങ്ങൾ ഹിറ്റ് ആവുന്നുണ്ട്. അത് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നീട് ആ ആക്ടർ ചൂസ് ചെയ്യാവുകയാണ്, അവർ ഭയങ്കര ചൂസ് ചെയ്യാവാണ്. അതേസമയം തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ ധ്യാൻ എന്ന് പറയുന്ന ഒരു നടനുണ്ട്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ധ്യാൻ പറഞ്ഞ ഒരു പോസിറ്റീവ് എലമെന്റ്, ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഞാൻ എന്നെ തന്നെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ നടനെ കുറച്ചും കൂടെ മിനുക്കിയെടുക്കാൻ പറ്റും. അപ്പം അശ്വിനി ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ സ്പേസ് എടുക്കുകയാണ്. അപ്പം ഒരു ചൂസ് ആകാതെ തന്നെ ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് തന്നെ ഒരു പോളിഷ് ആവുമെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, എന്താ അറിയോ, ഇപ്പം ധ്യാൻ ചേട്ടൻ പറയുന്ന ആ സോൺ എന്ന് പറയുന്നത് ധ്യാൻ ചേട്ടൻ അങ്ങനെ ചൂസ് ചെയ്യാവാം. 2 പടം ടിപ്പായാലും ഒരു 3ാമത്തെ പടം കിട്ടാം, അതിനൊക്കെ ഇതുണ്ട്. എനിക്കിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും എനിക്കില്ല. അപ്പം എനിക്ക് ചിലപ്പോൾ എൻ്റെ ഒരു 2 പടം കഴിഞ്ഞാൽ ചിലപ്പം
ചിലപ്പോൾ പറയുന്നത് ഫീൽഡ് ഔട്ട് ആയും വീണ്ടും ഫീൽഡ് ഔട്ട് ആയെന്നേ പറയത്തുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന ആ ഒരു പടം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അതിൻ്റെ റീസൺ. അല്ലാതെ ഞാൻ അതാ പറഞ്ഞു, എപ്പോഴും പറയുന്നത് അതാ, എനിക്ക് ഒരുപാട് സിനിമ കിട്ടി അതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതല്ല. നമുക്ക് ഒരുപാട് പേര് റിജക്ട് ചെയ്തൊരു സിനിമയിൽ നിന്നായിരിക്കും ഒരു സിനിമ കിട്ടുന്നത്. പക്ഷെ അവിടെ പോലും ഞാൻ ചിലപ്പോൾ അവിടെ എസ് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും, അവരെല്ലാവരും ഉണ്ടാവും, ഇവരെല്ലാവരും കൂടി ഞാൻ കുറച്ച് നാൾ അവരുടെ കൂടെ പോകേണ്ടതാണ്. ഞാൻ എങ്ങനെ അവരോട് പറഞ്ഞു ചേട്ടാ ഹിറ്റ് ഇത് ഹിറ്റാവും എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അങ്ങനെ പറ്റിക്കാൻ പറ്റുന്നില്ല. അതാണ് എവിടെ ധ്യാൻ ചേട്ടൻ്റെ പറഞ്ഞ സോൺ വേറെ. കാരണം ധ്യാൻ ചേട്ടൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ എന്നെ വെച്ച് വീണ്ടും വീണ്ടും സിനിമ ചെയ്യുന്നത്? കാരണം ധ്യാൻ ചേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ അവിടെ ചിലപ്പം സാമ്പത്തികമായിട്ട് വീണ്ടും വീണ്ടും പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്, അതിൻ്റെ ഇതുണ്ട്, അതായിരിക്കും ധ്യാൻ ചേട്ടൻ അത് എടുക്കുന്നത്. എനിക്ക് അത് പറ്റത്തില്ല. ഇതിൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ അല്ലെങ്കിൽ കുറച്ച് വെറുപ്പും രണ്ടും തോന്നിയ ഒരു കഥാപാത്രമാണ് ശാന്തി കൃഷ്ണയുടെ അമ്മ കഥാപാത്രം. നമുക്കൊന്നും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു അമ്മയുണ്ടോ നമുക്ക് ആദ്യം ഇത് കാണുമ്പോൾ തോന്നുന്നു. അത്രയും ഇറിറ്റേറ്റിംഗ് ആണ് ആ കഥാപാത്രം കാണുമ്പോൾ. അപ്പം ഇത് ശാന്തി കൃഷ്ണൻ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു എഴുതിയപ്പോൾ, അതോ എഴുതി കഴിഞ്ഞതിന് ശേഷം ശാന്തി കൃഷ്ണയിലേക്ക് വന്നതാണോ? എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി ഫോം ആയത്. അത് പുള്ളിക്കാരിയുടെ അടുത്ത് പറഞ്ഞപ്പോഴും പുള്ളിക്കാരി കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഐ വോണ്ട് ടു ഡു ദിസ്, ഷീ സോ ക്രൂവൽ അല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. അപ്പോൾ ഷീ ഈസ് ലൈക്ക് ദാറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അതാണ് പുള്ളിക്കാരി പറഞ്ഞത്. അത് ഒരു പ്രോസസ്സിൽ അമ്മയും വീട്ടിനകത്തിരുന്ന് സ്റ്റക്കായി അവരുടെ ഒരു ഫ്രീഡവും അതിലൂടെ സ്റ്റക്കായി കഴിഞ്ഞാൽ അവർ മോളിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, പക്ഷെ അതൊരു സെൽഫിഷ്നെസ് എന്നാണ് അവർ റിയലൈസ് ചെയ്യുന്ന മൂമെൻറ്റും. അപ്പോൾ മാം അതിനെ ഭയങ്കര നല്ല രീതിക്കാണ് ചെയ്തത്. ഹ്യൂമർ ക്രൂവാലിറ്റി ഉള്ളത് അത്. പക്ഷേ ഫോർ ഹെർ ഓൾസോ ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഇപ്പൊ നമുക്ക് വേറെ ആരെയും ചിന്തിക്കാൻ പറ്റില്ല. ആ ക്യാരക്ടർ ആക്ച്വലി ഒരു ഇച്ചിരി അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇവൻ ഇത് ആ ക്യാരക്ടർ പറയുമ്പം മുതൽ നമുക്ക് ഇതെങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ പുള്ളിക്കാരി അത് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര മേക്ക് ബിലീഫ് ആക്കിക്കൊണ്ടാണ് പുള്ളിക്കാരി. അത് പുള്ളിക്കാരിയുടെ ആക്ടിങ് എക്സലൻസ് തന്നെയാണ് അത്. കാരണം ആ ക്യാരക്ടർ എന്താ അറിയോ, നമുക്ക് വേണേ നെഗറ്റീവ് ആണെന്ന് തോന്നാം, അല്ലാന്ന് തോന്നാം. നന്നാ നമ്മൾ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ആൾക്കാരെ. ചില നേരത്ത് നമ്മൾ ഇവരെ ഒരു ശരിയല്ലല്ലോ എന്ന് തോന്നും. ചില നേരത്ത് ഇത് എന്തോ ഓക്കെ ആണ്, ഇവര് കുഴപ്പം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത്. എങ്ങനെ അശ്വിൻ എങ്ങനെയാണ് ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇമോഷണലി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റൈറ്ററിന്റെ ഇതാണ്. റൈറ്റർ ആ സീനിൽ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്, ഇത് അങ്ങനെയാണെന്നുള്ള നമ്മൾ മനസ്സിലൊരു സാധനം ബിൽഡ് ചെയ്യും, നമ്മൾ വെക്കും. പിന്നെ എന്നിട്ട് നമ്മളത് ചെയ്തു നോക്കും. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ വി കെ പി സാറിൻ്റെ അടുത്ത് ഞങ്ങളൊക്കെ ഇപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഉണ്ട് ഒരു ടി എന്ന് പറയും, ടി ടേക്ക് എന്ന് പറയും, തെറി ടേക്ക് ഞങ്ങൾ പറയുന്ന നമുക്ക് അപ്പം തോന്നുന്ന ഒരു സാധനം പെർഫോം ചെയ്യും. അപ്പൊ സാറിന് അത് വർക്ക് ഒന്നി ചിലപ്പോൾ സാറ് പറയും നിനക്ക് ഞാൻ ശമ്പളം തരില്ല എന്ന് പറയും. അല്ലെങ്കിൽ ചില സാറ് ഭയങ്കര ഹൈ ആവും, വാവ് സൂപ്പർഡാന്ന് പറയും. അപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ എന്നെ അറിഞ്ഞും എക്സ്പ്ലോർ ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്താലും വർക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ, ആ സീൻ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും ഒരു മിനിമം നമുക്ക്. കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ കൂടെ പോകുന്ന കാര്യം തന്നെ. ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത ഷോട്ട് ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു കള്ളം പറയുന്ന ഒരു സീനുണ്ട്. ആ കള്ളം പറയുന്ന ആ സീനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ടേക്ക് പോയത്. അത് ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഇതുണ്ട്. നമ്മൾ കള്ളം പറയുക, ഓപ്പോസിറ്റ് ആളോട് കള്ളം പറയുക. അപ്പൊ ആ ഓപ്പോസിറ്റ് ആളിന് അത് നമ്മൾ സത്യസന്ധമായി പറയാൻ തോന്നണം. എന്നാൽ ആ സീൻ കാണുമ്പോൾ ആളുകൾക്ക് ഒരു ഫണ്ണും വരണം. ഇവൻ കള്ളം പറയുവാണെന്ന് ആളുകൾക്ക് തോന്നുകയും വേണം. ഇതിന്റെ രണ്ടിന്റെ ഇടയുണ്ടല്ലോ. അപ്പൊ ഇത് പെർഫോം ചെയ്യുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഓക്കെ ഞാൻ കള്ളം പറയുവാന്ന രീതിയിൽ അഭിനയിക്കണോ അല്ലാതെ അഭിനയിക്കണോ, ഇതിന്റെ രണ്ടിന്റെ ഒരു ഇടയുണ്ടല്ലോ. അതായിരുന്നു എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. അത് ഈ പറയുന്ന പോലെ ടേക്ക് ചെയ്ത് ശരിയാവുന്ന ഒരു സാധനമാണ്. ഇതില് റൈറ്റർ ഉദ്ദേശിച്ച അതേ മെസ്സേജ് തന്നെ പ്രേക്ഷകരെ എടുത്തു എന്ന് തോന്നുന്നുണ്ടോ? അത് അവരുടെ ഡിസിഷനാണ്, ഇറ്റ്സ് അപ് ടു ദം. നമ്മളതാണ് പറഞ്ഞത്, പ്രീച്ച് ആയിട്ടേ ചെയ്തതല്ല, ഇറ്റ്സ് എൻ എന്റർടൈൻമെന്റ് ഫിലിം. ഇതിൽ നിന്ന് ആർക്കെങ്കിലും വീട്ടിൽ ഒരു പ്രൊപ്പോസൽ കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ കാണിക്കാം. സോ ഇറ്റ്സ് നോട്ട് ഇപ്പോൾ നമ്മളിതിൽ വേറെ സംഭവം, ഇപ്പോൾ അശ്വിനെ ലൈക്ക് സുനിലിനെ സുമിയാണ് കോളേജിൽ പഠിക്കാൻ വിടുന്നത്. അതുപോലും നമ്മൾ പ്രീച്ച് ആയിട്ട് ചെയ്തതാണ്, അതൊരു ഫണ്ണായിട്ട് ചെയ്തതാണ്. പക്ഷെ കുറേ പേര് അതിനെപ്പറ്റി പറഞ്ഞു, ബിക്കോസ് അത് ഇറ്റ്സ് നോട്ട് യൂഷ്വലി സീൻ ദാറ്റ് വേ. നേരെ തിരിച്ച് കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഡെലിബറേറ്റ്ലി ചെയ്തതല്ല, അത് സിനിമയുടെ ഇതിനു വേണ്ടി ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ആ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്തതാണ്. സോ ഇഫ് സംബഡി
is അതെ. getting something we എടുത്താ happy, Yeah, happy, അല്ലേ okay. yeah. പക്ഷെ എന്നാലും ഇതിന്റെ ഒരു ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം റൈറ്റർക്ക് ഡെഫിനറ്റ്ലി. കാരണം ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഇത് എങ്ങനെ മെസ്സേജ് ലാസ്റ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ക്ലൈമാക്സ് കണ്ടപ്പോഴും എനിക്കും ഒരു ചെറിയൊരു സാധനം തോന്നിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയത്, ഒരു ഫൈനൽ ഡിസിഷൻ? ബേസിക്കലി ഒരു വീട്ടിൽ അക്സെപ്റ്റൻസ് വരുന്നുണ്ട്, അതെ. അതും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളുടെ, ബിക്കോസ് ഷീ സോ ദാറ്റ് ആൻഡ് ഷീ സോ ഹെർ പെയിൻ ആൻഡ് ഷീ സീയിങ് ഹിസ് ഇന്നസെൻസ്. അത് ആ അക്സെപ്റ്റൻസ് ആ രീതിക്ക് വരുന്ന. മറ്റേ സൈഡിൽ തുടക്കം തൊട്ട് ഇവൻ എന്ത് ചെയ്താലും ഓക്കെയാണ്, പക്ഷെ ഇത് കൂടെ കാണുമ്പോൾ ക്ഷമയുടെ എഡ്ജ് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ ആ ഒരു ബാലൻസ് ഞങ്ങൾ വെച്ചതേ ഉള്ളൂ. ദെൻ ഇറ്റ്സ് ദേ റണ്ണിങ് ടുവേർഡ്സ് ദ ഓഡിയൻസ്. ഇറ്റ്സ് അബൌട്ട് ദം ടു അക്സെപ്റ്റ് ദം ഓർ നോട്ട്. ഓക്കെ. ഒരു രണ്ട് വീട്ടിലും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ട് ആവില്ല എന്ന് അറിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്ലൈമാക്സിൽ ബാക്കി പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഫ്യൂച്ചർ പ്രൊജക്റ്റ് എന്താണ്? അടുത്തൊരു പടം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് VKP സാറിൻ്റെ തന്നെയാണ്. ഒരു ഹ്യൂമർ, അത് ഒരു മൾട്ടി സ്റ്റാർ പ്രോജക്റ്റാണ്. ലേഡീസ് എന്ന് വെച്ചാൽ അത് അനൗൺസ് ചെയ്യാറായിട്ടില്ല, കഴിഞ്ഞിട്ട് പറയാം. അശ്വിന്റെ അടുത്ത പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? എൻ്റെ ഇനി ഇറങ്ങാനുള്ളത് ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറഞ്ഞൊരു പടം. അത് കഴിഞ്ഞ് ഇപ്പം കഥ കേട്ട് ഓക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന പടം പറഞ്ഞ അതിലെ നായകനാണല്ലേ? അതെ. ഈ ടീം ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ? നമ്മള് തമ്മിൽ ഒരു പെട്ടെന്ന് സിങ്കായി കണക്ട് ആയി. അത് പിന്നെ സാറും ഈ പറയുന്ന പോലെ പറഞ്ഞില്ലേ, സാറ് നമ്മുടെ സോൺ നമ്മുടെ അങ്ങനത്തെ ഒരു ഇതാ. ഓക്കെ. അപ്പം ഇനിയും അടുത്ത പ്രൊജക്റ്റും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാവിധ ആശംസകളും തുടർന്നുള്ള യാത്രയിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.